ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഏത്തയ്ക്ക കൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് 2 ഏത്തവാഴയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലോ. ഇച്ചിരി മുളകൊക്കെ ഇടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇതൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ടിൻ്റെ കറിയൊക്കെ ഒന്ന് കളഞ്ഞേച്ച് എടുത്തുകൊണ്ടിരാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വാഴയ്ക്ക നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് ചെറിയ നീളത്തിൽ ഇതുണ്ട് മെഴുക്കുവരട്ടിക്ക് അരിയുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീളത്തിലരിഞ്ഞ് നമ്മുടെ കറിയൊക്കെ അതിൻ്റെ കളഞ്ഞ് നന്നായിട്ട് പച്ചവെള്ളത്തിലൊരു 3-4 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന മെഴുക്കുവരട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഈ 4 വറ്റൽമുളക്, ഇത്രയും കുരുമുളക്, ഇത്രയും കുഞ്ഞുള്ളി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ടിരാവേ. നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും വറ്റൽമുളകും കുരുമുളകും കറിവേപ്പിലയും കൂടെ കൂട്ടി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ വാഴയ്ക്ക മെഴുക്കുവരട്ടിക്ക് കുഞ്ഞുള്ളി ചേർക്കുന്ന ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റേ സവോള ഒരു മധുരമല്ലേ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുള്ളി ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴരണേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയ്ക്ക നമുക്കിതിനകത്തേക്ക് കായിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മളിതിനകത്ത് തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയ്ക്ക മാത്രം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനകത്ത് ആ എണ്ണയ്ക്കകത്തും നമ്മൾ മൂടി വെക്കുമ്പോൾ ആവി വെള്ളമില്ലേ, ആ വെള്ളത്തിനകത്തും വേണം നമ്മുടെ വാഴയ്ക്ക വേകാനായിട്ട്. അല്ലാതെ മെഴുക്കുവരട്ടി വാഴയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊള്ളുകയില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളി ഇത്രയും കറക്കി ഇത്രയും ചതഞ്ഞ് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ജസ്റ്റ് ഒന്ന് ചതച്ച് നമ്മൾ ഇടികല്ലോ ഒരകല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിത് മിക്സിയുടെ ജാറിനകത്തിട്ട് കറക്കിക്കൊണ്ടാണ് ഇത്ര ഇങ്ങനെ ചതഞ്ഞ് പോയത്. നമുക്ക് അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ എരിവൊക്കെ ആൾക്കാരുടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോണം. എരിവൊക്കെ എന്തായാലും വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനാണ് നമ്മൾ കുരുമുളക് പൊടി വറ്റൽമുളകും ചേർത്തേക്കുന്നത്. ഇപ്പോൾ എരിവ് കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി 2 വറ്റൽമുളക് ഇച്ചിരി കൂട്ടി ചേർക്കുമോ അല്ലെ ഇച്ചിരി കുരുമുളക് കൂടുതൽ ചേർക്കുമോ ഒന്നും ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർത്തേച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്കിത് ചെറു തീയാൽ, വലിയ ഹൈ ഫ്ലെയിമേ വെച്ച് കരിയിച്ച് കളയരുത്. നമുക്ക് ഇത് ചെറു തീയാൽ നമുക്കിത് വെക്കാം. നല്ല ചൂടുകട്ടിയുള്ള പാത്രം, നോൺ സ്റ്റിക്ക് പാത്രം, അതുപോലെ ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ പാത്രമൊക്കെ വേണം വെക്കാൻ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് പോകും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇതിനകത്തിരുന്ന് തന്നെ ആ വെള്ളം ഇറങ്ങി ഇതിനകത്തിരുന്ന് തന്നെ വെന്തോളത് കുഴഞ്ഞോ അളിഞ്ഞോ ഒന്നും പോവുകയില്ല. നമുക്കൊന്ന് മൂടി വെക്കാവേ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ലോ. ഇതുണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും നമ്മുടെ ആ ആവി വെള്ളം എല്ലാം കൂടെ ഇറങ്ങി ഇതുണ്ടോ ഇതായി നമ്മുടെ ചട്ടിയെ പിടിച്ച് ഒന്നും ഇരിക്കാതെ ഇതുണ്ടോ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാവേ. നമ്മുടെ വാഴയ്ക്ക നല്ലപോലെ മൂത്തതാണ്, അതുകൊണ്ട് ഒറ്റ ആവി കയറുമ്പോഴത്തേക്ക് വേഗം കേട്ടോ. നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തായിരുന്നത്തെ അവസ്ഥ നോക്കി ചെറുതായിട്ടൊന്ന് വെന്തു. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഈ മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് വെക്കണം. ഈ ആവി വെള്ളം ഇറങ്ങിയത് വെന്തോളുവേ. ഇതേ ഒരു 3 മിനിറ്റ് കൂടെ വീണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ടോ നമ്മുടെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഒരുമാതിരി മുക്കാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തീരെ ചെറിയ തീയാലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെക്കണ്ട. ഇങ്ങനെയൊന്ന് തുറന്ന് വെച്ച് നമ്മുടെ മെഴുക്കുവരട്ടി നമുക്കൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി നല്ല മൊരിച്ച് നമുക്കൊന്ന് എടുക്കാവേ. അങ്ങനെ നമ്മുടെ അളിഞ്ഞും കുഴഞ്ഞും ഒന്നും പോകാത്ത തുള്ളി പോലും വെള്ളം ഒഴിക്കാത്ത
നല്ല അടിപൊളി കായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിനാൻ. പ്രത്യേകിച്ച് ഇനി ഒരു ഉണക്കമീനും കൂടെ വറുത്തുണ്ടെങ്കിൽ കുശാലായിട്ട് ചോറിന് അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക്. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് കുഴഞ്ഞു അളിഞ്ഞൊന്നും പോകാത്ത നല്ല അടിപൊളി മെഴുക്കുവരട്ടി. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പി മാറ്റാവേ. ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.